വ്യക്തമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശ്നോദിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം, പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായി? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും നടപ്പിലാകുമോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ നീക്കമെന്ന ആരോപണവുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. പാവപ്പെട്ട സ്ത്രീകളോട് എന്തിനാണ് മുഖ്യമന്ത്രി വീറും വാശിയും കാണിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. പരിശോധിച്ച് സുതാര്യത ഉറപ്പുവരുത്തിയാണ് പെൻഷൻ നൽകിയത് എന്നും നടപടിക്രമങ്ങൾ വൈകിയതിനാലാണ് ഫെബ്രുവരി വരെ നീണ്ടതെന്നും പിണറായി പറഞ്ഞു. അതേസമയം പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാൻ നോക്കിയത് മുൻ സർക്കാരാണ് എന്നും യഥാർത്ഥ സ്ത്രീപക്ഷം തങ്ങളാണ് എന്നും ആശാസമരം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 4.25 വർഷം അതിൽ 1 പൈസ പോലും കൂട്ടി നൽകിയില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മാസത്തിലാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് സ്ത്രീപക്ഷം. സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചവരാണ് മുൻ സർക്കാർ. സ്ത്രീ സുരക്ഷാ പദ്ധതി പരിശോധിച്ചതിന് ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. AC മൊയ്തീന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുക. ഇവർ അധികാരത്തിൽ ഇരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഉണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണപോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുക. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എന്റെ കയ്യിലുണ്ട് സർ. ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. എംഎൽഎമാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ എംഎൽഎമാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശ്നോദിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം, പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ
എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡാറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒന്നും ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോ അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം. പദ്ധതി നിർത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.